പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സോറി, ഇന്നലെ മെസ്സേജ് ഇടുവാൻ സാധിച്ചില്ല. ചേർച്ചൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ശബ്ദം ഒട്ടും ഇല്ലായിരുന്നു. ഇന്ന് തൊണ്ട ക്ലിയറായി. എന്നാൽ എന്നെ കാണാഞ്ഞ് എന്നെ വിളിക്കുകയും അന്വേഷിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്ത എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒത്തിരി താങ്ക്സ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ദിനം പ്രതി ഓർക്കുന്നതിന് ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിനും അപ്രീസിയേഷനും എൻകറേജ്മെൻറ്റിനുമൊക്കെ ഒത്തിരി നന്ദി. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ ഒരു കുടുംബം പോലെ പരസ്പരം സ്നേഹിക്കാനും അതുപോലെ കർത്താവിനെ സ്നേഹിക്കുവാനും യേശുവിൻ്റെ വരവനായി ഒരുങ്ങുവാനും ഒക്കെ നമ്മളെ ഹോളി സ്പിരിറ്റ് ബലപ്പെടുത്തുന്നല്ലോ. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. എപ്പോഴും അവിടുത്തെ സാന്നിധ്യത്തിൽ മറഞ്ഞിരിക്കുവാൻ ഹോളി സ്പിരിറ്റ് നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പുറമേ നിന്ന് കേൾക്കുന്ന മാനുഷിക ശബ്ദങ്ങൾ നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നതും നിരാശപ്പെടുത്തുന്നതുമൊക്കെ ആയിരിക്കാം. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നാം മുട്ടുമടക്കുന്നുവെങ്കിൽ ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയും. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ലല്ലോ, ബോത്ത് വേ ആശയവിനിമയം നടക്കുമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ, പ്രാർത്ഥനയിൽ നാം ദൈവത്തോടും ദൈവം നമ്മോടും സംസാരിക്കുന്ന നിമിഷങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ ദൈവശബ്ദം കേൾക്കുവാൻ ഹോളി സ്പിരിറ്റ് ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വചനം വായിച്ചാൽ നമുക്ക് ഏലിയ പ്രവാചകൻ കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി ചെന്ന് താൻ മുട്ടുമടക്കി തൻ്റെ മുഖം മുഴങ്കാലുകളുടെ ഇടയിൽ വെച്ചു. അങ്ങനെ ഒരു പോസ്ചർ നമുക്കത് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. നിങ്ങളതൊന്ന് ഇമാജിൻ ചെയ്തേ. മുഖം മുഴങ്കാലുകൾക്കിടയിൽ വയ്ക്കുവാണെങ്കിൽ നമ്മളുടെ 2 കാതുകളും അടഞ്ഞിരിക്കുമല്ലേ. ഞാൻ വിശ്വസിക്കുന്നു താൻ തന്നെ ദൈവസാന്നിധ്യത്തിൽ വിധേയപ്പെടുത്തി താൻ മുട്ടുമടക്കിയപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ വിധേയപ്പെടുത്തുന്നത് സമർപ്പിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമായിരുന്നു. തൻ്റെ മുഖം തൻ്റെ മുഴങ്കാലുകളുടെ ഇടയിൽ വെച്ചപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, പുറമേയുള്ള ശബ്ദങ്ങളെല്ലാം താൻ അടയ്ക്കുകയായിരുന്നു. തൻ്റെ കാതിൽ കേട്ട ശത്രുവിൻ്റെ ശബ്ദം, തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന, തന്നെ വെല്ലുവിളിക്കുന്ന, താൻ തോൽക്കും എന്ന് പറയുന്ന ശബ്ദങ്ങളെയൊക്കെ അടച്ച് പകരം ദൈവശബ്ദം കേൾക്കുവാൻ തന്നെ താൻ ഒരുക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാനുഷികമായിട്ടുള്ള ആശ്രയങ്ങളും മനുഷ്യരിൽ നിന്ന് കേൾക്കുവാൻ കൊതിക്കുന്ന ആ വാക്കുകൾ, അതൊക്കെ ആ കൊതിയും ആഗ്രഹവും ഒക്കെ ഒന്ന് മാറ്റി ദൈവസാന്നിധ്യത്തിൽ ഒന്ന് മുട്ടുമടക്കിക്കേ. ആരും എന്നെ ആശ്വസിപ്പിച്ചില്ല എന്നൊന്നും പരിഭവം പറയണ്ട. മാത്രമല്ല, കഴിഞ്ഞ നാളുകളിൽ മനുഷ്യർ പറഞ്ഞ പല വാക്കുകളും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ലേ? പല കാര്യങ്ങളും ചെയ്യുവാൻ തുനിഞ്ഞിട്ടും ചില വാക്കുകളല്ലേ നിങ്ങളെ പിന്നോട്ട് വലിച്ചത്. എന്നാൽ ഇന്ന് അതൊക്കെ ഒന്ന് മാറ്റിവെക്ക. അക്കാതുകളെ അടച്ച് ദൈവശബ്ദം കേൾക്കുവാൻ ഒന്ന് വിധേയപ്പെടുത്തി കൊടുത്തേ. എത്ര പ്രതിസന്ധിയാണെങ്കിലും എത്ര പ്രതികൂലമാണെങ്കിലും അവിടെ നിങ്ങൾ ദൈവശബ്ദം കേൾക്കും. ബാഹ്യ ശബ്ദങ്ങളോട് വിട പറഞ്ഞിട്ട് മുട്ടുമടക്കി ദൈവശബ്ദത്തിനായി കാതോർക്ക്. നിശ്ചയമായും മുന്നോട്ട് പോകേണ്ടുന്ന പാത ഏതെന്ന് സ്വർഗം പറഞ്ഞു തരും. ഇപ്പോൾ എടുക്കേണ്ടുന്ന തീരുമാനം അതെന്താണെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കാതുകളിൽ പറഞ്ഞു തരും. കാതുകളെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ബാഹ്യമായ ശബ്ദങ്ങളല്ല, ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. പകരം അങ്ങയുടെ മൃദുസ്വരം ഞങ്ങൾക്ക് കേൾക്കണം നാഥ. അങ്ങയുടെ ഇമ്പമേറിയ ആ ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ കേൾപ്പിക്കണമേ. ഞങ്ങൾ എപ്രകാരം മുന്നോട്ട് നീങ്ങണമെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തരണമേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ മുഴുവനും അനുഗ്രഹിക്കുന്നു. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, ഇന്ന് മുട്ടുമടക്ക്, കാതുകളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ബാഹ്യ ശബ്ദങ്ങളോട് വിട പറ.
നിങ്ങൾ കർത്താവിൻ്റെ ശബ്ദം ഇന്ന് കേൾക്കും. ബ്ലെസ് യു.